വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എന്തായി ഈദിന്റെ ഒരുക്കങ്ങളൊക്കെ? നമ്മൾക്ക് ഇന്ന് ഈദ് സ്പെഷ്യൽ ഒരു മേക്കപ്പ് ലുക്ക് വീഡിയോ ആണ് കേട്ടോ. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള മേക്കപ്പ് ലുക്ക് ഒന്നുമല്ല, കുറച്ച് ഹെവി ആയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്ക് ആണ് കേട്ടോ നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഈദ് ആശംസകൾ. പിന്നെ നമ്മുടെ ചാനൽ ഇപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസ് മുഴുവനായിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്തേക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സ്കിൻ കെയറിൽ നിന്ന് തുടങ്ങാം. ഞാനിവിടെ എൻ്റെ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിവിടെ ഒരു ടോണറാണ് എടുത്തിട്ടുള്ളത്. ഇത് ലവ് എർത്തിൻ്റെ റോസ് വാട്ടർ ടോണറാണ്. ഞാൻ എന്താ ഫേസിൽ ഇതേപോലെ ഒന്ന് അടിച്ചു കൊടുത്തതിന് ശേഷം കൈവച്ചിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് പോൺസിൻ്റെ മോയ്സ്ചറൈസർ ആണ്. ഈ ഒരു മോയ്സ്ചറൈസർ ഞാൻ ഫേസിലും കഴുത്തിലും ഒക്കെ നന്നായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നല്ല രീതിയിൽ സർക്കുലർ മോഷനിൽ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മളുടെ ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതിന് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മളുടെ സ്വിസ് ബ്യൂട്ടിയുടെ ഐബ്രോ പാലറ്റ്. അതിൽ നിന്ന് ഞാൻ ഈ രണ്ട് കളറ് നമ്മളുടെ സ്പൂളി ബ്രഷിൽ എടുത്തിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഐ മേക്കപ്പിലോട്ട് കിടക്കാം. ഞാനിവിടെ ഈ പർപ്പിളിന്റെ കൺസീലർ പാലറ്റ് ആണ് എടുത്തിട്ടുള്ളത്. അതിൽ നിന്നും ലൈറ്റർ ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ ഇതേപോലെ നമ്മളുടെ പുരുകത്തിന് താഴ്വശത്തും ഐലിഡിലായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിവിടെ ഒരു കൺസീലർ ബ്ലെൻഡിങ് ബ്രഷ് വെച്ചിട്ട് ഇതേപോലെ നല്ല രീതിയിൽ തന്നെ അതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മളുടെ മാസിന്റെ ട്രാൻസ്ലൂസൻ പൗഡർ ആണ്. അപ്പൊ അത് വെച്ചിട്ട് ഞാൻ നമ്മളുടെ ഐലിഡ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഈ ഒരു മാസിന്റെ ഐഷാഡോ പാലറ്റിൽ നിന്നും ഈ രണ്ട് ബ്രൗൺ കളർ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊരു ട്രാൻസിഷൻ ഷെയ്ഡ് കൊടുക്കുകയാണ് കേട്ടോ. നമ്മളുടെ ക്രീസിലും അതിന് മുകളിലായിട്ട് ഞാൻ നല്ല രീതിയിൽ തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഈ ഒരു ഡാർക്ക് ചോക്ലേറ്റ് ബ്രൗൺ കളറും ബ്ലാക്കും കൂടെ ഒന്ന് ലൈറ്റ് ആയിട്ട് ബ്ലാക്ക് കളറും കൂടെ ഒന്ന് എടുത്തിട്ട് ഇതേപോലെ നമ്മളുടെ ഐലിഡിൽ ബാക്കിയുള്ള ഭാഗം ഉണ്ടല്ലോ അത് അവിടെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അത് നമ്മൾ നല്ല രീതിയിൽ തന്നെ ബ്ലെൻഡ് ചെയ്ത് മറ്റേ ആ ഒരു ട്രാൻസിഷൻ ഷെയ്ഡായിട്ട് ബ്ലെൻഡ് ആയിട്ട് നിൽക്കുന്ന രീതിയിൽ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഐ മേക്കപ്പ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് കേട്ടോ ഞാൻ ആലോചിക്കുന്നത് ഞാൻ ലെൻസ് വെച്ചിട്ടില്ലാന്ന്. ഞാൻ ലെൻസ് വെക്കണം എന്നൊക്കെ നേരത്തെ വിചാരിച്ചായിരുന്നു, പക്ഷെ ഞാൻ മറന്നുപോയി കേട്ടോ. പിന്നെ ഞാൻ ഇതിന്റെ ഇടയ്ക്ക് പോയിട്ട് ലെൻസും കൂടെ ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്നേ. ഷിമ്മർ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഇതേപോലെ ഒരു ഫ്ലാറ്റ് ഐഷാഡോ ബ്രഷിൽ ഷിമ്മർ എടുക്കുന്നുണ്ട്. ഗോൾഡൻ കളറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതും പിന്നെ ഒരു ബ്രോൺസ് കൈൻഡ് ഓഫ് കളറും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അത് രണ്ടും കൂടെ ഞാൻ ഇവിടെ നമ്മളുടെ ഐലിഡിൽ ആ ഒരു മിഡിൽ പോർഷനിലും പിന്നെ ഇന്നർ പോർഷനിലും കൂടെ ഇങ്ങനെ വരുന്ന രീതിയിൽ, ഇന്നറിൽ നിന്ന് മിഡിലോട്ട് വരുന്ന രീതിയിൽ നമ്മളൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും ചെയ്തിട്ട് നമ്മളുടെ ഐ മേക്കപ്പ് ഇവിടെ വെച്ച് നിർത്താം കേട്ടോ. ബാക്കി നമുക്ക് പിന്നെ ചെയ്യാം. ഇനി നമുക്ക് പ്രൈമർ ഇട്ട് കൊടുക്കാം ഫേസിലായിട്ട്. ഞാനിവിടെ ഇൻസൈറ്റിന്റെ പ്രൈമർ ആണ് എടുത്തിട്ടുള്ളത്. അത് ഞാനിവിടെ എനിക്ക് പോർസ് ഉള്ള ഭാഗത്ത്, അതേപോലെ തന്നെ പെട്ടെന്ന് ഓയിൽ ആവുന്ന സ്വെറ്റ് ആവുന്ന ഭാഗങ്ങളിലൊക്കെ, നോസിന് അവിടെ, പിന്നെ അതുപോലെ നമ്മളുടെ നെറ്റിയുടെ ആ ഭാഗത്തൊക്കെ ആയിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം ഞാനിവിടെ വീണ്ടും നമ്മളുടെ ആ ഒരു പർപ്പിളിന്റെ കൺസീലർ പാലറ്റിൽ നിന്നും ഒരു ഡാർക്ക് ഷെയ്ഡ്, എനിക്കിവിടെ ഡാർക്ക് സർക്കിൾ ഉണ്ട്. അപ്പൊ ആ ഡാർക്ക് സർക്കിൾ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡാർക്ക് ഷെയ്ഡും ലൈറ്റ് ആയിട്ട് ഓറഞ്ച് ഷെയ്ഡും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ എൻ്റെ കണ്ണിനടിയിൽ, അതുപോലെ തന്നെ എനിക്ക് പിഗ്മെന്റേഷൻ ഉള്ള എൻ്റെ ലിപ്പിന് സൈഡിലായിട്ട്, പിന്നെ എൻ്റെ നെറ്റിയുടെ മുകളിൽ രണ്ട് ഷെയ്ഡാണ് കേട്ടോ. ലൈറ്റ് ആയിട്ട് എനിക്ക് നെറ്റിയിലും പിഗ്മെന്റേഷൻ ഉണ്ട്. അപ്പോൾ ആ ഭാഗത്തൊക്കെ ആയിട്ട് ഞാനൊന്ന് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ കാണുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഇങ്ങനെ ഭയങ്കര ഡാർക്കായിട്ട് തോന്നും, പക്ഷെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ ഫൗണ്ടേഷൻ ഇട്ട് കഴിയുന്നുണ്ടെ കറക്റ്റ് ആയിക്കോളും. ഞാനിവിടെ ഫൗണ്ടേഷൻ എടുത്തിട്ടുള്ളത് നൈക്കയുടെ ഫൗണ്ടേഷൻ ആണ്. ഷെയ്ഡ് വന്നിട്ട് കോഫി 14 എന്ന് പറയുന്ന ഷെയ്ഡാണ് കേട്ടോ. അപ്പൊ ഞാൻ ഫൗണ്ടേഷൻ ഇതേപോലെ ഫേസിലും കഴുത്തിലും ഒന്ന് ഡോട്ട് ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളുടെ ഫൗണ്ടേഷൻ ബ്ലെൻഡിങ് ബ്രഷ് ഉപയോഗിച്ചിട്ട് അതൊന്ന് നന്നായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കണ്ണിന് താഴ്വശം, അതുപോലെ നോസിന്റെ ആ ഒരു പോർഷന്, നെറ്റിയുടെ ആ പോർഷനൊക്കെ ഞാൻ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനായിട്ട് ഞാൻ നമ്മളുടെ ആ ഒരു കൺസീലർ പാലറ്റിൽ നിന്നും നമ്മുടെ ആ ലൈറ്റർ ഷെയ്ഡ് ഉണ്ടല്ലോ, ആ ലൈറ്റർ ഷെയ്ഡ് ഒന്ന് എടുത്തിട്ട് ഇതേപോലെ വളരെ ലൈറ്റ് ആയിട്ട് കണ്ണിന്റെ താഴ്വശത്തും പിന്നെ നോസിന്റെ ആ ബ്രിഡ്ജിലും നെറ്റിയിലും ആയിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും ഞാൻ ഇതേപോലെ തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളൊന്ന് ഫേസ് കോണ്ടൂർ ചെയ്ത് കൊടുക്കാനായിട്ട് പോവാണ്. കോണ്ടൂർ ചെയ്ത് കൊടുക്കാനായിട്ട് ഞാൻ ആ ഒരു സെയിം പാലറ്റ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് ഈ ഒരു ഡാർക്കർ ഷെയ്ഡ് ഉണ്ടല്ലോ, ഡാർക്കർ ഷെയ്ഡ് എടുത്തിട്ട് നമ്മളിതാ ഈ ഫേസിന്റെ ഈ സൈഡിലും പിന്നെ നോസിന് സൈഡിലായിട്ടും, എൻ്റെ നോസിന്റെ ഈ താഴെവശത്ത് കുറച്ചിങ്ങനെ വീതി കൂടുതലാണ് കേട്ടോ. അപ്പൊ ആ ഒരു ഭാഗത്തേക്ക് നമ്മളൊന്ന് ഇതേപോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. വരച്ചു കൊടുത്തിട്ട് ഞാൻ അതൊന്ന്
വീണ്ടും നമ്മൾ ഒരു ബ്യൂട്ടി ബ്ലെൻഡർ ഉപയോഗിച്ചിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്. ഇനി ഞാനിവിടെ നമ്മൾ ട്രാൻസ്ലൂസൻ പൗഡർ വെച്ചിട്ട് എൻ്റെ ഫേസ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ണിന് താഴെ വശത്ത് ഞാൻ ആ ഒരു ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് തന്നെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി ഫേസ് ഒക്കെ നമ്മൾ ഒരു പൗഡർ ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഞാനൊന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബ്ലഷ് ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ എൻവൈബയുടെ ബ്ലഷ് ആൻഡ് ഹൈലൈറ്റർ പാലറ്റ് ആണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊന്ന് ഹൈലൈറ്ററും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ആ ഒരു സെയിം പാലറ്റിൽ നിന്നും ഈ 2 ഗോൾഡൻ കളറും ഈ ഒരു കളറും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഹൈലൈറ്റർ ആയിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ ബ്രഷിലാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അത് നമ്മുടെ ചീക്ക് ബോണില്, നോസിന്റെ ബ്രിഡ്ജില്, അതുപോലെ തന്നെ പുരുകത്തിന് താഴ്വശത്തും ഒക്കെ ആയിട്ട് ഞാനൊന്ന് ഇതേപോലെ ഒന്ന് ഹൈലൈറ്ററും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത്രയും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് വീണ്ടും നമ്മുടെ ഐ മേക്കപ്പിലോട്ട് തിരിച്ചു വരാം. നമ്മുടെ ഐ മേക്കപ്പ് പൂർത്തിയാക്കണ്ടേ. അപ്പൊ ഞാനിവിടെ ഈ ഒരു ജെൽ ഐലൈനർ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് പാക്കിൻ്റെതാണ്. അത് വെച്ചിട്ട് ഞാൻ ഇവിടെ നമ്മളുടെ ഈ ഒരു ഐബ്രോ ബ്രഷ് ഉണ്ടല്ലോ, ഐബ്രോ ബ്രഷിന്റെ ആ ഒരു ഇത് വെച്ചിട്ടാണ് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വാല് വരച്ചു കൊടുക്കുന്നത്. ഐബ്രോ ബ്രഷ് വെച്ചിട്ട് വരയ്ക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ഷേപ്പിൽ നമുക്ക് ഐലൈനർ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. എന്നിട്ട് ഞാനിവിടെ ഒരു ഐലൈനർ ബ്രഷ് ഉപയോഗിച്ചിട്ട് ബാക്കി പോർഷൻ ഒന്ന് നമ്മൾ ഇതേപോലെ ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഞാൻ നമ്മളുടെ ഇന്നർ കോർണറും കൂടെ ഇതേപോലെ ഒന്ന് വി പോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അത്രയും കഴിഞ്ഞു. ഇനി നമുക്ക് ഒന്ന് ഡ്രോപ്പ് ഷാഡോ ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ നമ്മളുടെ ഐ ഷാഡോ പാലറ്റിൽ നിന്നും ആ ഒരു ബ്ലാക്ക് കളറും ബ്രൗൺ കളറും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മളുടെ താഴ്വശത്തായിട്ടും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മളുടെ ഐ മേക്കപ്പ് ഇത്രയായി. ഇനി ഒരു സ്റ്റെപ്പ് കൂടെ ബാക്കിയുണ്ട്. നമുക്ക് മസ്കാരയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ല. അപ്പൊ നമുക്ക് ഇനി ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാം. അപ്പൊ അതിന് മുമ്പായിട്ട് ഞാനൊന്ന് ലിപ് ബാം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ ഒരു ബ്രൗൺ ലിപ് ലൈനർ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ലിപ്പ് ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ ഈ ഒരു മാസിന്റെ പാലറ്റിൽ നിന്നും ഈ ഒരു ഡാർക്ക് ബ്രൗൺ കളർ ആണ് കേട്ടോ ഇട്ടത്. ഇട്ട് കഴിഞ്ഞ് എല്ലാം ഒരുങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് ആ കളർ ചേരുന്നില്ല എന്ന് തോന്നി. പിന്നെ ഞാൻ ലിപ്സ്റ്റിക്ക് മാറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ സെറ്റിംഗ് സ്പ്രേ ഉപയോഗിച്ചിട്ട് ഒന്ന് സെറ്റും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത്രേ ഉള്ളൂ. ഇനി ഞാൻ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പൊ ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക്. ഈ ഡ്രസ്സ് ഞാൻ മിന്ത്രയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഇതിന്റെ എല്ലാത്തിന്റെയും ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം കേട്ടോ. താല്പര്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കൂ. അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ലിങ്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് ഒന്ന് കമന്റ് ചെയ്തേക്കാം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്തേക്കാം കേട്ടോ. അപ്പൊ എല്ലാവരും സന്തോഷമായിട്ടും സേഫ് ആയിട്ടും ഇരിക്കുക. ബൈ.